ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ വിഷ്ണു വിന്യാസം എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം സിനിമയുടെ വൺ ലൈൻ നമുക്ക് നോക്കാം. നമ്മുടെ ഹീറോയെ സംബന്ധിച്ച് ഈ ജാതകം, ദോഷം ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ്. അതായത് ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ അവൻ ചെയ്യൂ. ഇതുകൂടാതെ സ്വന്തം വീട്ടിലെ ബാത്റൂം ഉപയോഗിക്കാൻ പാടില്ല, അയൽപ്പക്കത്തെ വീട്ടിലേ ഉപയോഗിക്കാവൂ എന്ന് ജോത്സ്യൻ പറഞ്ഞതുകൊണ്ട് അയൽപ്പക്കത്തെ വീട്ടിൽ കാശ് കൊടുത്ത് ബാത്റൂം ഉപയോഗിക്കുന്ന ആളാണ്. ആ ലെവലിൽ ജാതകത്തെ വിശ്വസിക്കുന്ന ആളാണ്. മറുവശത്ത് നമ്മുടെ ഹീറോയിന് എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, കല്യാണം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നവരൊക്കെ വേണ്ട വേണ്ട എന്ന് പറയാണ്. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ഇവർ രണ്ടുപേരും ഒരു ഘട്ടത്തിൽ കണ്ടുമുട്ടാണ്. അതിനുശേഷം ഈ കഥയിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതാണ് ബാക്കി കഥ. സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മനീഷ എന്നൊരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഈ കുട്ടിയുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അതും ഓർത്ത് ബീച്ചിൻ്റെ സൈഡിലിരുന്ന് അവർ സങ്കടപ്പെടുകയാണ്. അപ്പോൾ അവളെ കാണാൻ കുടുംബാംഗങ്ങൾ മൊത്തമായി വരികയാണ്. വലിയ കുടുംബമാണ്. അപ്പോൾ അച്ഛനടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. നിനക്ക് കല്യാണം നടക്കുമെന്ന വിശ്വാസം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു മോളെ. നമ്മൾ എത്ര സ്ഥലത്താണ് അന്വേഷിക്കുന്നത്, എല്ലാവരും റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് വളരെ വിഷമമുണ്ട്. പോരാത്തതിന് അച്ഛന് ബിസിനസ്സിൽ വേറെ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് വിലപിക്കുകയാണ്. ശരി വാ, വീട്ടിൽ പോകാമെന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പൊക്കോ, ഞാൻ വരാം എന്നവൾ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ കുടുംബാംഗങ്ങൾ പോവാണ്. ഇവൾ തനിച്ചിരിക്കുന്നത് ചില കുടിയന്മാർ ശ്രദ്ധിക്കുന്നു. അവരും ഈ കുട്ടിയെ നോക്കിയിട്ട് മോശമായി സംസാരിക്കുന്നുണ്ട്. ഇവളെ ഇന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയാണ്. അവർ പറയുന്നതെല്ലാം മനീഷ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മനീഷ നേരെ അവരുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നു. നിങ്ങളിൽ ആരെങ്കിലും എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. അതിൽ പലർക്കും നേരത്തെ കല്യാണം കഴിഞ്ഞതാണ്. ഒരുത്തൻ മാത്രം സിംഗിളാണ്. അവനോട് കല്യാണം കഴിക്കാൻ മനീഷ ചോദിക്കുകയാണ്. അവനും സമ്മതിക്കുന്നില്ല. ഇപ്പോൾ നിന്നോട് അതിരുവിട്ട് പെരുമാറാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരടുത്തേക്ക് വരികയാണ്. ആ സമയം നോക്കി ഒരു പോലീസുകാരൻ അവിടെ എത്തുന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് വരട്ടുകയാണ്. അവരൊക്കെ സൈലൻ്റായി അവിടെ നിന്നും പോകുന്നു. ശരി വാ മോളെ, നിന്നെ വീട്ടിലാക്കാം എന്ന് പറഞ്ഞ അദ്ദേഹം ബൈക്കിൽ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് ബീച്ചിലിരുന്ന് വിഷമിക്കണമെങ്കിൽ നിനക്കെന്തോ വലിയ സങ്കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. എന്താ പ്രശ്നം എന്നോട് പറ എന്നൊക്കെ ചോദിക്കുകയാണ്. അവളും അവളുടെ സങ്കടം എന്താണെന്ന് ഷെയർ ചെയ്യുന്നു. അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ അത് കേട്ടയാൾ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. നിന്നെ ബൈക്കിൽ കയറ്റി എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്ന് പറയാണ്. അപ്പോൾ മനീഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിച്ചുപോയി എന്നയാൾ പറയുന്നു. എങ്കിൽ രണ്ടാമത് എന്നെ കല്യാണം കഴിച്ചോളൂ എന്നവർ പറയാണ്. നിന്നെ ഞാൻ കല്യാണം കഴിക്കാനോ? അതിന് വേറെ ആരെങ്കിലും നീ കണ്ടുപിടിക്ക്, എന്നെ വിട് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യത്തോടെ തന്നെ ഈ സീൻ കട്ട് ചെയ്യുന്നു. ഇനി നേരെ കട്ട് ചെയ്ത ഒരു TV ചാനലാണ് കാണിക്കുന്നത്. ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി അവരൊരു ജോത്സ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്ദേഹം അത്യാവശ്യം ഫേമസ് ആയ ആളാണ്. പക്ഷേ ടിവിയുടെ അവസ്ഥ അറിയില്ലേ, അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേർക്ക് ജോത്സ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ വ്യത്യസ്തമായ ഒരു കേസിനെ പറ്റി പറഞ്ഞാൽ കൊള്ളാം എന്ന് അവതാരകൻ ചോദിക്കുകയാണ്. പറയാമെന്ന് പറഞ്ഞ് ആ ജോത്സ്യൻ ഒരാളെ പറ്റി പറയാൻ തുടങ്ങുന്നു. അയാളുടെ പേര് വിഷ്ണു. അവനാണ് സിനിമയിലെ ഹീറോ. ഇപ്പോൾ പെണ്ണിന്റെ വീട്ടിൽ മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ലേറ്റ് ആവാണ്. കാരണം ഹീറോ ജോത്സ്യൻ പറയുന്ന സമയത്ത് മാത്രമേ വരൂ. അവന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഹീറോ ബൈക്കിൽ എക്സ്ട്രാ 3 ടയർ കൂടി ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് 5 ചക്രത്തിലേ നീ പോകാവൂ എന്ന്. അതിനാണ് ഹീറോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെന്താണ് ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞ അച്ഛൻ അവിടെ കളിയാക്കുന്നുണ്ട്. ഒരു വിധത്തിൽ ഹീറോ പെണ്ണിന്റെ വീട്ടിലെത്തി. അവിടെ പ്ലേറ്റിൽ ലഡു ഒക്കെ വെച്ചിട്ടുണ്ട്. 6 or 7 ലഡു ഉണ്ട്. എനിക്ക് 3 ലക്കി നമ്പർ, നിങ്ങൾക്കറിയില്ലേ, 3 പാടുള്ളൂ എന്ന് പറഞ്ഞ അവൻ അതൊക്കെ മാറ്റാണ്. അപ്പോൾ കൃത്യമായി ജോത്സ്യന്റെ കോൾ വരാണ്. ജോത്സ്യനോട് ഈ ബന്ധം ശരിയാവോ ഇല്ലയോ എന്നവൻ ചോദിക്കുന്നു. ജോത്സ്യനെ നോക്കിയിട്ട് പറയുന്നത് നടക്കാൻ പാടാണെന്നാണ്. ഇതിനകം 30 വയസ്സ് കഴിഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വേഗം ശരിയാക്കിയാൽ നന്നായിരിക്കുമെന്ന് അവൻ ജോത്സ്യനോട് പറയാണ്. ഇല്ലില്ല, ഈ ബന്ധം ശരിയാവില്ല, ശരിയായ ബന്ധം വരുമ്പോൾ ഞാൻ പറയാം. പക്ഷേ മാതാപിതാക്കൾ ഏകദേശം സംസാരിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു. എങ്ങനെ ഒഴിവാക്കും എന്നവൻ ചിന്തിക്കുകയാണ്. ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ പല്ലുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഒരു പല്ല് പോയിട്ടുണ്ട്. ഇത് തന്നെ കാരണമായി പറഞ്ഞ് ഹീറോ അവിടെ നിന്നും വേഗത്തിൽ പോകാൻ നോക്കുകയാണ്. ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുന്നു. ഹീറോ എപ്പോഴും ആ ജോത്സ്യൻ പറയുന്ന പോലെയാണ് നടക്കുന്നത്. നിനക്ക് നിന്റെ വീട്ടിലെ ബാത്റൂം രാശിയില്ല, അതുകൊണ്ട് അയൽപ്പക്കത്തെ വീട്ടിലെ ബാത്റൂമോ മറ്റോ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ അയൽപ്പക്കത്തെ വീട്ടിലെ ബാത്റൂം ഉപയോഗിക്കുന്നതിന് മാസം തോറും അവർക്ക് കാശ് കൊടുക്കുകയാണ്. അവരുടെ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. ഈ ലെവലിൽ ഇയാൾക്ക് അന്ധവിശ്വാസമുണ്ട് എന്ന് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോ കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യാണ്. എന്നാൽ ഇയാളുടെ ജോലി കൺഫേം ആവുന്നില്ല. ഇപ്പോൾ ജൂനിയർ പ്രൊഫസറായിട്ടാണ് ഇരിക്കുന്നത്. വർഷാവർഷം സീനിയർ പ്രൊഫസർമാർ ഒരു ജൂനിയർ പ്രൊഫസറിനെ ഒപ്പം നിർത്തും. ഈ പ്രാവശ്യം നീ കാണിച്ച കോപ്രായങ്ങൾക്ക് ആരും നിന്നെ കൂടെ നിർത്തില്ല എന്ന് ഹീറോയുടെ സുഹൃത്ത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ 2 പേരെ കാണിക്കുന്നുണ്ട്. ഇവർ 2 പേരിൽ ആരെങ്കിലും ഹീറോയെ കൂടെ നിർത്തുമോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ ഹീറോയെ ഇവർക്ക് തീരെ ഇഷ്ടമല്ല. ഹീറോയെ കൂടെ കൂട്ടണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഇവർ 2 പേരും സെലക്ട് ചെയ്തില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുമ്പോൾ തനിക്ക് ജോലി പോയതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് അവൻ സങ്കടപ്പെടുകയാണ്.
എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൻ സുഹൃത്തിനോട് വിലപിക്കുകയാണ്. അപ്പോൾ ആരോ അവനെ വിളിക്കുന്നുണ്ട്. മനീഷ എന്ന് പറഞ്ഞ തുടക്കത്തിൽ കാണിച്ചില്ലേ, ആ കുട്ടിയുടെ കോളാണ് വരുന്നത്. അവൻ നിരാശനായതുകൊണ്ട് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷമാണ് മനീഷ അവിടെ സീനിയർ പ്രൊഫസറായി ജോയിൻ ചെയ്തു എന്ന് പറയുന്നത്. പറയും മാഡം എന്ന് പറഞ്ഞ അവനും പമ്മി തുടങ്ങുന്നുണ്ട്. നീയാണ് എനിക്ക് ജൂനിയർ ആവാൻ പോകുന്നത്, ഞാൻ നിന്നെയാണ് സെലക്ട് ചെയ്തത്. ഉടനെ എന്നെ വന്ന് കാണാൻ അവർ പറയുന്നു. ഇതാ വന്നു എന്ന് പറഞ്ഞ അവനും വേഗത്തിൽ അവിടെ എത്തുന്നുണ്ട്. ഞാൻ എന്തിനാണ് നിന്നെ സെലക്ട് ചെയ്തതെന്ന് അറിയാമോ എന്ന് അവരും കാരണം പറയാൻ തുടങ്ങുന്നു. കുറച്ചു നേരം മുമ്പ് ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഹീറോ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹീറോയെ ആരും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ആ രണ്ടുപേർക്കും ഹീറോയെ ഇഷ്ടമല്ലല്ലോ, അവർ ഹീറോയെ ആ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി സഹായിക്കണം എന്ന് കരുതാണ്. വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ജൂനിയർ ആക്കി നിർത്താം എന്ന് പറയുന്നു. മാഡം, അവൻ പുകവലിക്കും, ഒരുപാട് ചീത്ത ശീലങ്ങളുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. കുഴപ്പമില്ല സാർ, ഞാൻ മാറ്റിയെടുക്കാം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ടാണ് അവർ സമ്മതിച്ചത് എന്ന് മനസ്സിലാവുന്നു. മാഡം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യാമെന്ന് ഹീറോ പറയുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും മുകളിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരും ആളൊഴിഞ്ഞ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എനിക്ക് സിഗരറ്റ് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയ സിഗരറ്റ് മുഴുവൻ അവർ വലിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നീ പുറത്ത് വാ തുറക്കാൻ പാടില്ല, ഞാൻ നിന്നെ സഹായിച്ചില്ലേ, അതിന് പകരമായി നീ ഈ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ അവനും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ഇത് കഥയായി കേട്ടുകൊണ്ടിരിക്കുന്ന അവതാരകനും ഭയങ്കരമായി ഞെട്ടുന്നുണ്ട്. എന്താ പുകവലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതുകൂടാതെ ഒരുപാടുണ്ട്, ധൃതി പിടിക്കാതെ കേക്ക് എന്ന് ജോൽസിൻ പറയാണ്. സത്യത്തിൽ രാത്രി മദ്യപിക്കാൻ വേണ്ടി അവൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പോയി മദ്യം വാങ്ങാൻ കഴിയില്ല, ഞാൻ കാറിലുണ്ട്, നീ പോയി വാങ്ങിയിട്ട് വാ എന്ന് പറയുന്നു. ആഹാ, ഈ ശീലവും കൂടി ഉണ്ടോ എന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട്. നീ എന്താ ആലോചിക്കുന്നത്, പോയി വാങ്ങിയിട്ട് വാ എന്ന് അവൾ പറയുന്നുണ്ട്. അതുപോലെ ഇതൊന്നും ആരോടും പറയരുത് എന്നും പറയുന്നുണ്ട്. അവൻ മദ്യം വാങ്ങാൻ വരുമ്പോൾ യാദൃശ്ചികമായ സുഹൃത്തിനെ കാണുന്നു. നീ എന്താണ് ഈ ഭാഗത്ത് എന്ന് സുഹൃത്ത് ചോദിക്കുന്നു. അവന് ഈ കാര്യം പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് അടിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അവൻ സുഹൃത്തിനോട് തടി തപ്പുകയാണ്. മദ്യം അവിടെ വെച്ച് കുടിക്കാതെ വേഗത്തിൽ ഇവർക്ക് വേണ്ടി വാങ്ങിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ ഹീറോയ്ക്കും ദുശീലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ മദ്യം വാങ്ങിയവർ ബാഗിൽ തന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ആ ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്. നമുക്കാണ് ഒഴിക്കുന്നതെന്ന് നോക്കിയാൽ അവർക്ക് കുടിക്കാൻ വേണ്ടി തന്നെയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ അവർ വൃത്തിയായി കുടിച്ച് തീർത്തിട്ട് പെർഫ്യൂം അടിക്കണമെന്നും പറഞ്ഞ് പെർഫ്യൂമൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതോടെ വീട്ടിൽ പോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങിയിട്ട് പോവാം, നീ നോക്കിക്കോണം എന്ന് പറയാണ്. ഇപ്പോൾ അവർ ചാരി കിടന്നുറങ്ങുമ്പോൾ കാറ്റിൽ അവരുടെ അരക്കെട്ട് അല്പം കാണാൻ തുടങ്ങുന്നുണ്ട്. ഇവൻ അത് തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് മനസ്സിലാകുകയും പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യുകയാണ്. എന്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ തടി തപ്പുന്നു. എന്ത് ചോദിച്ചാലും ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഇപ്പം എനിക്കൊരു ഉമ്മ വേണം, ഉമ്മതാ എന്ന് ചോദിക്കുകയാണ്. ഹീറോയും ഞെട്ടിപ്പോവാണ്. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന അവതാരകനും ഞെട്ടിത്തരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ജോൽസിനോട് ചോദിക്കാമെന്ന് കരുതി അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്, നമ്മൾ തമ്മിൽ ചേരുമെന്ന് നോക്കി പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് അവൻ പറയാണ്. ജോൽസിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലേ കൺഫേം ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. അതുകൊണ്ട് ഹീറോയും കിസ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. വീട്ടിലെത്തുമ്പോൾ വലിയ വീടും നിറയെ കാറുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. വലിയ പണക്കാരാണല്ലേ എന്നവൻ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, പുറത്ത് കാണാൻ പണക്കാരെ പോലെ ഇരിക്കും, പക്ഷെ എൻ്റെ അച്ഛന് ഒരുപാട് കടബാധ്യതകളുണ്ട്, ഞങ്ങൾ കഷ്ടപ്പാടിലാണ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇപ്പോൾ അവൾ വീണ്ടും എനിക്ക് കിസ് വേണം എന്ന് പറഞ്ഞ് ഹീറോയെ നിർബന്ധിക്കുന്നു. നീ കിസ് തന്നില്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നു. ഇവനും എന്ത് ചെയ്യണമെന്നറിയില്ല. അവർ ശല്യം ചെയ്യുന്നത് കാരണം ഒരു ഘട്ടത്തിൽ അവന് ദേഷ്യം വരുന്നുണ്ട്. നിനക്കൊക്കെ എന്താ ഇങ്ങനെ ചോദിക്കാൻ നാണല്ലേ എന്ന് ചോദിച്ച് കാരണത്തടിക്കുന്നു. ഇതോർത്ത് അവരും വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ചിലരെയൊക്കെ കണ്ട ഉടനെ പ്രണയം തോന്നും എന്ന് പറയല്ലോ, അതുപോലെയാണ് നിന്നെ കണ്ട ഉടനെ എനിക്ക് പ്രണയം തോന്നിയത്, ആ ഇഷ്ടം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നു. ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇവളെന്താ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് അവനും മനസ്സിൽ പറയുന്നുണ്ട്. പിറ്റേന്ന് അവൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ മാഡത്തിൻ്റെ ബർത്ത്ഡേ ആണ്, പോയി വിഷ് ചെയ്യ് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ ബൊക്കെയൊക്കെ കൊടുത്തയക്കുന്നുണ്ട്. അവനും വേഗത്തിൽ പോയി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ല, ഇന്ന ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് അവർ പറയുന്നുണ്ട്. ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ബർത്ത്ഡേ ഡേറ്റ് അറിഞ്ഞല്ലോ, അവൻ ജോൽസിനോട് അന്വേഷിക്കുകയാണ്. ജോൽസിനും ജാതകമൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് പറയുന്നത് ഇവളാണ് നിനക്ക് പറ്റിയ പെണ്ണ്, ഇവളെ ഒരു കാരണവശാലും വിട്ടുകളയരുത് എന്ന് പറയുന്നു. അപ്പോൾ ഹീറോ നിൽക്കുന്നിടത്ത് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്ത് ശബ്ദമാണെന്ന് ചോദിച്ചപ്പോൾ റെസ്റ്റ് റൂമിലാണെന്ന് ഹീറോ പറയുന്നുണ്ട്. എടാ, റെസ്റ്റ് റൂമിൽ ഇരുന്നാണോ എന്നോട് സംസാരിക്കുന്നത്? ഇതൊക്കെ അശുദ്ധമാണ്, അപശകനമാണ്, ആദ്യം റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തിറങ്ങടാ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒച്ച വയ്ക്കാൻ തുടങ്ങുന്നു. എന്തായാലും ഇപ്പോൾ നായികയുമായി അടുക്കാം എന്ന് ജോൽസൻ പറഞ്ഞല്ലോ, നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അവനും ഒരു സ്ഥലത്തേക്ക് വരുത്തി മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കിസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കിസ് വേണോ എന്ന് ചോദിച്ച് അവർക്ക് കിസ് നൽകുന്നു. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലോ. കോളേജിലാണെങ്കിൽ അവരുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇയാൾ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് സമയം അവർക്ക് ഒരുമിച്ച് ചെലവഴിക്കാൻ പറ്റും. ഇവർ രണ്ടുപേരും അടുത്തിടപെടുന്നതൊക്കെ ഒരു ഗാനം പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആ രണ്ട് പ്രൊഫസർമാർക്ക് ദേഷ്യം വരാണ്. കാരണം അവർക്ക് ഹീറോയെ തീരെ ഇഷ്ടമല്ല. ഇവനെന്താ ഈ പെൺകുട്ടിയെ വളച്ചെടുത്തല്ലോ എന്ന് കരുതി അവർക്ക് ദേഷ്യം വരാണ്. ഒരു ദിവസം അവനും അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവർക്ക് അവിടെ വെച്ച് പുക വലിക്കാൻ തോന്നാണ്.
ഏയ് അടുത്തൊരു റെസ്റ്റ് റൂം ഉണ്ട്, പോയിട്ട് വാ എന്ന് അവൻ പറയുന്നുണ്ട്. അവരും അയൽപ്പക്കത്തെ റെസ്റ്റ് റൂമിൽ വന്ന് പുകവലിക്കുകയാണ്. എന്തിനാണ് അയൽപ്പക്കത്തെ ബാത്റൂം ഉപയോഗിക്കാൻ പറഞ്ഞത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇവർ രണ്ടുപേരും എപ്പോഴും മെസ്സേജ് വഴി സംസാരിക്കുന്നതുകൊണ്ട് വളരെ ക്ലോസ് ആവുന്നു. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവതാരകൻ ഇതിലെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഇതിനു ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്ന് ജ്യോത്സ്യൻ പറയുന്നു. എന്ത് പ്രശ്നം വന്നാലും ശരി, ഇതുപോലൊരു പെൺകുട്ടിക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാം. എന്നെ സംബന്ധിച്ച് നേരത്തെ കല്യാണം കഴിഞ്ഞൊരു ഭാര്യയുണ്ട്. അവളെ ഉപേക്ഷിച്ച് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ കല്യാണം കഴിക്കുമെന്ന് അവതാരകൻ പറയാണ്. നീ ആദ്യം കഥ മുഴുവൻ കേക്ക്, അതിനുശേഷം നിന്റെ തീരുമാനം പറ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് നടന്ന കാര്യങ്ങൾ ജ്യോത്സ്യൻ പറയുന്നു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ കല്യാണ വിഷയം എടുക്കുന്നു. ഉടനെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കണ്ട എന്ന് പറയാണ്. ഒരുപാട് ഇഷ്ടമാണെന്നാൽ കല്യാണം കഴിക്കാൻ പാടില്ലേ? അപ്പോൾ നീ എന്നെ ഒഴിവാക്കാൻ പ്ലാൻ ചെയ്യാണോ എന്നവൻ ചോദിക്കുകയാണ്. ഹേയ്, അങ്ങനെയൊന്നുമില്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ട എന്നവൾ പറയാണ്. അതെന്താ വേണ്ട എന്ന് പറയുന്നത്? എനിക്കറിയില്ല, നീ തീർച്ചയായിട്ടും എന്നെ കല്യാണം കഴിക്കണം. നിന്റെ വീടാണ് പ്രശ്നമെന്ന് വിചാരിക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നിന്റെ വീട്ടുകാരുടെ മനസ്സ് മാറ്റാം എന്നവൻ പറയുന്നു. വീടൊന്നുമല്ല പ്രശ്നം, ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവരും സമ്മതിക്കുന്നുണ്ട്. ഇവിടെ കോളേജിൽ ഒരു പാർട്ടി നടക്കുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ആ സ്ഥലത്തേക്ക് വരുന്നത്. അവൻ അവന്റെ സുഹൃത്തിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ആ സമയം അവരെ ഇഷ്ടമല്ലാത്ത പ്രൊഫസർ വന്ന് ഈ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ആ വിഷ്ണു നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നാണ് നീ വിചാരിക്കുന്നത്, എന്നാൽ അത് സത്യമല്ല മോളെ. അവനെ സംബന്ധിച്ച് ജാതകവും ജ്യോത്സ്യവും ഒക്കെയാണ് ജീവൻ. അതിൽ നിനക്ക് മാച്ച് ആയതുകൊണ്ടാണ് നിന്നെ സ്നേഹിക്കാൻ സാധ്യത. അവന്റെ പ്രണയം സത്യമല്ല, അത് മനസ്സിലാക്കുക എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇവർക്കും ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു. എപ്പോഴും നിനക്ക് ഇഷ്ടമുള്ള നമ്പർ ഏതാണെന്ന് അവൻ ചോദിക്കും. ഇതിനു പുറമെ ജാതകം കാരണമാണ് അയൽപ്പക്കത്തെ റെസ്റ്റ് റൂം ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അവർക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിക്കുന്നത് എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് അല്പം കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ആ പ്രൊഫസറും അവിടെ സന്തോഷിക്കുന്നുണ്ട്. ഹീറോ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ദേഷ്യപ്പെട്ട് ആ സ്ഥലത്തേക്ക് വരികയാണ്. വന്ന ഉടനെ ജാതകം കൊണ്ടാണോ നീ എന്നെ സ്നേഹിച്ചത്, അല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല ബേബി, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവരവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങുന്നു. അവൻ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നടക്കാൻ തുടങ്ങുന്നത്. അവനും പിന്നാലെ വന്ന് അവരെ തടയാണ്. തടഞ്ഞിട്ട് പറയുന്നത്, മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ട് എന്തിനാണ് വെറുതെ കുഴപ്പത്തിലാവുന്നത്, ഞാൻ ശരിക്കും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ പറയാണ്. ഇത് കേട്ട് അവരുള്ളിൽ സന്തോഷിക്കുന്നുണ്ട്, എങ്കിലും അവനോട് ദേഷ്യപ്പെടുന്ന പോലെ അഭിനയിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഓട്ടോയിൽ കയറി അവരവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവനും ബൈക്ക് എടുത്ത് ആ ഓട്ടോയെ ഫോളോ ചെയ്യാണ്. ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നവൻ പറയുന്നു. ശരി, നീ ഇത്രയും സത്യസന്ധനായതുകൊണ്ട് ഞാനും നിന്നോടൊരു സത്യം പറയാം എന്ന് കരുതുന്നു. എനിക്കൊരു പ്രശ്നമുണ്ട് എന്നവർ പറയുന്നു. എന്ത് പ്രശ്നമായാലും പറ, അതിനെല്ലാം അതിജീവിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് അവൻ പറയുന്നു. അവളും അവളുടെ പ്രശ്നം പറയാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജാതകത്തിൽ ഒരു ദോഷമുണ്ട്. ഞാൻ ആരെ കല്യാണം കഴിച്ചാലും അവർ മരിച്ചു പോകും. രണ്ടാമത്തെ കല്യാണമേ നിലനിൽക്കൂ എന്ന് അവൾ പറയാണ്. ഇത് കേട്ട് അവൻ ഞെട്ടിപ്പോവാണ്. അവൻ ബൈക്കിൽ വരുമ്പോൾ ബൈക്കിന് ചെറിയൊരു കേടുപാട് സംഭവിക്കുന്നു. ഇപ്പോൾ ബൈക്ക് പൊട്ടിയതുപോലെ അവൻ താഴേക്ക് വീഴാണ്. അവരും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ അടുത്തേക്ക് വരികയാണ്. ഇവർക്കൊരു പ്രശ്നമുണ്ടെന്ന് കാണിച്ചില്ലേ, ഇതാണ് ആ പ്രശ്നം എന്ന് അവർ വെളിപ്പെടുത്തുന്നു. ഹീറോ ഞെട്ടിയതായി കാണിച്ചിട്ടാണ് ഇന്റർവെൽ നൽകുന്നത്. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവതാരകനും ഞെട്ടാണ്. ഇദ്ദേഹം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞില്ലേ, അതെത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത്. എന്താടാ ഇപ്പോൾ കല്യാണം കഴിക്കുന്നോ എന്ന് ആ ജ്യോത്സ്യൻ ചോദിക്കുകയാണ്. ഇല്ല സർ, എൻ്റെ ഭാര്യ തന്നെ മതി എന്നയാൾ പറയാണ്. ഇതോർത്ത് ഹീറോ സങ്കടത്തിലാണ്. അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ ഒരു കാര്യം പറയാണ്. അതായത് ഹീറോയുടെ അച്ഛൻ ഒരു പെൺകുട്ടിയെ അതിയായി സ്നേഹിച്ചിരുന്നു. ആ പെൺകുട്ടിക്ക് ഒരു ദോഷമുണ്ട്, എന്നെ കല്യാണം കഴിച്ചാൽ മരിച്ചു പോകും എന്നവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് അദ്ദേഹം ഭയന്നുപോയി. അന്ന് തൊട്ട് ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ തുടങ്ങി. അദ്ദേഹം ഒഴിവാക്കിയാണല്ലോ എന്ന സങ്കടത്തിൽ ആ പെൺകുട്ടി മരിച്ചുപോയി. ആ കുറ്റബോധം ഇപ്പോഴും നിന്റെ അച്ഛനുണ്ട് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അയ്യോ, നമ്മൾ ഒഴിവാക്കിയിട്ട് ആ പെണ്ണ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും എന്ന് അവനും ആലോചിക്കാൻ തുടങ്ങും. അതേസമയം ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും ഭയമുണ്ട്. കാരണം കല്യാണം കഴിച്ചാൽ താൻ മരിച്ചു പോവല്ലോ. അവൻ ജാതകത്തെ ഭയങ്കരമായി വിശ്വസിക്കുന്നവനാണ്. ഞാൻ മരിച്ചുപോയാൽ എന്ത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞ് വിഷമിക്കുകയാണ്. ഇത്രയും കാലം ഒളിച്ചു വെച്ചതിന് ആ കുട്ടിയുടെ മേൽ അവന് ദേഷ്യവും ഉണ്ട്. ആ കുട്ടി സമാധാനിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവൻ കേൾക്കുന്ന ഭാവമില്ലാതെ ചീത്ത പറഞ്ഞ് അവിടെ നിന്നും അയക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ അമ്മ പറഞ്ഞത് അവൻ്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. അവൾ തെറ്റായി എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. ശരി, നമുക്ക് ജ്യോത്സ്യനോട് ചോദിക്കാമെന്ന് കരുതി ജ്യോത്സ്യനെ കാണാൻ വരികയാണ്. ആ ജ്യോത്സ്യൻ അസിസ്റ്റന്റുമായി ചേർന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത്, എൻ്റെ അടുത്ത് പറ്റിക്കപ്പെടാൻ ഒരുപാട് പേരുണ്ട്, അതിൽ വിഷ്ണു എന്നവൻ എന്നെ വിശ്വസിച്ച് നന്നായി പറ്റിക്കപ്പെടുന്നുണ്ട്. അവൻ്റെ തലയിൽ മുള കരച്ചാണ് ഈ വീട് ഞാൻ പണിതത് എന്നൊക്കെ അയാൾ സംസാരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. എടാ, നീ പറഞ്ഞത് കേട്ട് 30 വയസ്സ് വരെ ഞാൻ കല്യാണം കഴിക്കാതെ നിന്നല്ലോ, എന്നെ വേണം പറയാൻ എന്ന് പറഞ്ഞ് അവനായിട്ട് ഭയങ്കരമായി തല്ലാണ്. ഇപ്പോൾ ഹീറോ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം എന്നവൻ കരുതാണ്. ഇപ്പോൾ ആ പെൺകുട്ടിയെ വീട്ടിൽ സംസാരിക്കാനായി കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ വീട്ടുകാരെന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാനും അവളും കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അവർ പറയുന്നു.
വീട്ടുകാർക്കെല്ലാം ഇത് കേട്ട് വളരെ സന്തോഷമാവുന്നുണ്ട്. അതുപോലെ അവരുടെ കഷ്ടപ്പാടുകളും പറയുന്നു. ഈ കല്യാണം ഞങ്ങൾക്ക് ഗ്രാൻഡായി നടത്താൻ കഴിയില്ല, കാരണം ഞങ്ങൾക്കും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നവർ പറയാണ്. സാരമില്ല, അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഹീറോയും പറയുന്നു. ഇപ്പോൾ ഹീറോ അവരുടെ വീട്ടിൽ വിവരം അറിയിച്ച് അവരെ ആ സ്ഥലത്തേക്ക് വരുത്തുന്നു. ദോഷമുണ്ടെന്നാണ് പറയുന്നത്, കല്യാണം കഴിക്കാമെന്നും പറയുന്നു. ഇതൊന്നും വേണ്ട എന്ന് മാതാപിതാക്കളും പറയുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല, എനിക്കിഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നവൻ ഉറച്ചു പറയുന്നു. മകൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കാം എന്ന് അച്ഛനും ചിന്തിക്കുന്നുണ്ട്. കല്യാണം ഇങ്ങനെയൊക്കെ നടത്തണം, അങ്ങനെ നടത്തണം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. എന്നാൽ ആ വീട്ടുകാർ ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറയുന്നു. അച്ഛാ, നിങ്ങൾ തന്നെ ചെലവ് ചെയ്തോളൂ എന്ന് ഹീറോയും പറയുന്നു. ശരി, ചെയ്യാമെന്ന് പറഞ്ഞ അച്ഛനും ഒരു ഘട്ടത്തിൽ സമ്മതിക്കുകയാണ്. ഇപ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കാൻ തുടങ്ങുന്നു. ദോഷം മാറ്റാൻ പൂജയൊക്കെ ചെയ്യല്ലോ, അതുപോലെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞ് ആ 2 പ്രൊഫസർമാരോട് അവൻ സഹായം ചോദിക്കുകയാണ്. അവർക്ക് 2 പേർക്കും ഹീറോയെ തീരെ ഇഷ്ടമല്ലല്ലോ. പക്ഷെ അവരൊരു പൂജാരിയെ ഏർപ്പാടാക്കുന്നു. പക്ഷേ പൂജാരിയോട് നിങ്ങൾ പൂജയൊന്നും ചെയ്യണ്ട, പൂജ ചെയ്യുന്ന പോലെ അഭിനയിച്ചാൽ മതി, ചുരുക്കത്തിൽ ആ ദോഷം മാറാൻ പാടില്ല, ഹീറോയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കണം എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നു. പൂജാരി അതനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഹീറോയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ. ശരി, ഞാൻ ദോഷം മാറാൻ പൂജയൊക്കെ ചെയ്തു, എല്ലാം ശരിയാവുമെന്ന് അവൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ കല്യാണ ഒരുക്കങ്ങളൊക്കെ വേഗത്തിൽ നടക്കാൻ തുടങ്ങുന്നു. ഹീറോയ്ക്ക് ഒരു സുഹൃത്തുള്ളതായി കാണിച്ചില്ലേ, അവൻ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനു പുറമെ മാതാപിതാക്കളും നന്നായി ആലോചിച്ച് തന്നെയാണോ തീരുമാനം എടുത്തത്, ഉറപ്പായും താലി കെട്ടാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ അച്ഛാ, കെട്ടാൻ പോവാണ് എന്ന് അവൻ അച്ഛനോട് പറയുന്നു. ഇപ്പോൾ അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടാണ്. എന്നാൽ താലി കെട്ടിയ ഉടനെ അവിടെയുള്ള വിളക്കണയാണ്. എന്താ വിളക്ക് ഉടനെ അണഞ്ഞത്, എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നവൻ ഭയക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരും വാതിൽക്ക വരികയാണ്. വാതിൽക്കൽ ഒരു പൂജാരി പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം നോക്കി ഒരു കാറ് നിയന്ത്രണം വിട്ട് നേരെ ഇവരെ ഇടിക്കാൻ വരുന്നു. എല്ലാവരും പേടിച്ച് മാറി നിൽക്കുകയാണ്. ഹീറോ മാറുമ്പോൾ റോഡിലേക്ക് വീഴാണ്. ഇപ്പോൾ മറ്റു വണ്ടികൾ നിയന്ത്രണം വിട്ട് അവന്റെ മേൽ ഇടിക്കാനായി വരികയാണ്. ഇത് കാണുന്ന കുടുംബാംഗങ്ങൾ 6 മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞല്ലോ, അവൻ അതിനു മുമ്പേ തട്ടിപ്പോവും എന്ന് കരുതി നോക്കി നിൽക്കുകയാണ്. എല്ലാ വണ്ടികളും അവനെ ഇടിക്കാൻ വരുന്നുണ്ട്. അതിൽ ചില വണ്ടികൾ അവന്റെ മേൽ ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ പറന്നുപോയി വീഴുന്നു. അയ്യോ, എന്റെ മോൻ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് മാതാപിതാക്കളും പരിഭ്രാന്തരാവുന്നു. ഒരു ഘട്ടത്തിൽ പരിക്കേറ്റതുപോലെ അവൻ താഴെ വീഴുന്നു. ഇപ്പോൾ എല്ലാവരും അടുത്ത് വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുകയാണ്. വേഗത്തിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവരുടെ ദോഷം എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ വരൻ മരിക്കും എന്ന് മാത്രമാണ്. എന്നാൽ കല്യാണ ദിവസം തന്നെ അവൻ ഇത്രയും വലിയ അപകടം ഉണ്ടായല്ലോ. ഇപ്പോൾ മാതാപിതാക്കൾക്ക് കൂടുതൽ ഭയമാവുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് 3 മാസം എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയില്ല എന്നാണ്, ബെഡ് റെസ്റ്റ് മാത്രം എടുക്കണം എന്നൊക്കെയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ കുടുംബം മുഴുവനായി കാണാൻ വരുന്നത്. ഇവർ 2 പേർക്കും ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ആ പെൺകുട്ടി ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. എന്നാൽ അവൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ജോൽസിനോട് ചോദിച്ചു, കൂടെ നിൽക്കുന്നത് ശരിയാകില്ല, നിങ്ങൾ മുറിവൊക്കെ മാറിയതിനു ശേഷം വാ, അതിനുശേഷം നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്നാൽ മതി എന്നൊക്കെ അവർ പറയുന്നു. വേറെ വഴിയില്ലാതെ അവനും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. ഇവർക്ക് 2 പേർക്കും പിരിയുന്നത് സങ്കടം തന്നെയാണ്. അവരും സങ്കടത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോവാണ്. ഈ കാര്യങ്ങളൊക്കെ ജോൽസൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ കോൾ വരാണ്. ഉടനെ ജോൽസൻ ഇവിടുന്ന് പോകണം എന്ന് പറയുന്നു. സാർ, പാതി വഴി പോകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാർ, ബാക്കി കഥയും ഞങ്ങൾക്ക് കേൾക്കണം എന്ന് പറയാണ്. ഞങ്ങളോട് പറ എന്നൊക്കെ അവതാരകൻ ചോദിക്കുന്നു. ശരി, കാറിൽ പോയിക്കൊണ്ട് സംസാരിക്കാം, വേഗം ക്യാമറയൊക്കെ കാറിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അയാളും അവിടെ നിന്ന് പുറപ്പെടുന്നു. ഹീറോയ്ക്ക് പരിക്കേറ്റ ഒരു 3 മാസം കഴിഞ്ഞ് നടക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏകദേശം മുറിവൊക്കെ ഭേദമായി. അമ്മയും അച്ഛനും ആ പെൺകുട്ടിയെ ഭയങ്കരമായി ചീത്ത വിളിക്കുകയാണ്. കാരണം ഈ 3 മാസത്തിൽ ഒരു തവണ പോലും ആ പെൺകുട്ടി കാണാൻ വന്നിട്ടില്ല. അവൾ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ലടാ, നീ മരിച്ചു പോവും, രണ്ടാമത് വേറൊരാളെ കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായി ജീവിക്കാം എന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായി ചീത്ത വിളിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് സത്യമല്ലാമേ, കല്യാണത്തിന് മുൻപ് തന്നെ അവൾ എന്നെ പേഴ്സണലായി മീറ്റ് ചെയ്ത് സംസാരിച്ചു, ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു വലിയ കാര്യം വെളിപ്പെടുത്തുന്നു. നമുക്കും നടന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്നൊരു ഘട്ടത്തിൽ ഹീറോ തീരുമാനിച്ചില്ലേ. എന്നാൽ ഈ പെൺകുട്ടിക്ക് അതിൽ സംശയം ഉണ്ടായിരുന്നു. ഈ കുട്ടിയും കല്യാണത്തിന് മുൻപ് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് അവനെ വിളിച്ചു വരുത്തി. എന്താണ് പറയാനുള്ളത് എന്ന് അവൻ ചോദിക്കുന്നു. ഈ പെൺകുട്ടിയും, ഞാൻ നിന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് കരുതുന്നുണ്ടോ? അതല്ല സത്യം, ഞാൻ നിന്നെ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് എന്നവർ പറയുന്നു. നേരത്തെ കണ്ടിട്ടുണ്ടെന്നോ? എപ്പോ എന്നവനും ചിന്തിക്കുകയാണ്. ഇപ്പോഴാണ് നടന്ന കാര്യങ്ങൾ അവർ നമ്മളോട് വെളിപ്പെടുത്തുന്നത്. തുടക്കത്തിൽ കല്യാണം മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഈ കുട്ടി വളരെ സങ്കടത്തോടെ ഒരു സ്ഥലത്തിരിക്കുന്നത് കണ്ടില്ലേ. ആ സമയം ഹീറോ ആ വഴി വന്നിരുന്നു. ഇവർ മഴയത്ത് നനയുമ്പോൾ കൂടെയൊക്കെ പിടിച്ചു കൊടുത്തിരുന്നു. ഹീറോ ഇവരുടെ മുഖത്തേക്ക് നോക്കിയത് പോലുമില്ല. അതിനുള്ള കാരണവും പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ജോത്സ്യത്തെ ഒരുപാട് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഒരു സമയത്തിന് ശേഷം ഇന്ന് പുതുതായി ഒരു പെൺകുട്ടിയുടെ മുഖവും കാണരുതെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. അതേസമയം നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനും എനിക്ക് ഭയമുണ്ട്. കാരണം ഇത് അസമയമാണ്, ആരൊക്കെ വരുമെന്നറിയില്ല, നിങ്ങൾക്ക് വല്ല ആപത്തും വരരുതല്ലോ എന്ന് കരുതിയിട്ടാണ് വിളിക്കുന്നത്. ഒരു വീട്ടിലാക്കാമെന്ന് പറഞ്ഞ് ഇവരെ നോക്കാതെ തന്നെ ഇവർക്കൊപ്പം സംസാരിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ്. ഇവർക്ക് കാണാൻ കഴിയുമല്ലോ, അവരും കണ്ട് ഭയങ്കരമായി ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല, എന്നാൽ എന്തോർത്തും വിഷമിക്കരുത്, എല്ലാ പ്രശ്നങ്ങളും വേഗം മാറും എന്ന് പറഞ്ഞ് അവർക്ക് ആശ്വാസം നൽകുന്ന പോലെ സംസാരിക്കുന്നു. ഇയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല, എങ്കിലും ഇത്രയും നല്ല രീതിയിൽ ഇവളോട് സംസാരിക്കുന്നുണ്ടല്ലോ.
ഇവൾക്ക് അവനെ വളരെ ഇഷ്ടമാവുന്നുണ്ട്. അവനെ തന്നെ നോക്കിക്കൊണ്ടാണ് അവർ നടന്നു വരുന്നത്. ഒരു ഘട്ടത്തിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവനും പോയി. അങ്ങനെയാണ് ഞാൻ നിന്നെ ആദ്യമായി കണ്ടത്. തിരിച്ചു നിന്നെ കോളേജിൽ വെച്ച് കണ്ട ഉടനെ തീർച്ചയായിട്ടും നിന്നെ തന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നവൾ പറയുന്നു. ശരി, പ്രണയിക്കുമ്പോൾ ഇവൻ എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ ഈ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കും എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഒരുപാട് ടെസ്റ്റുകൾ നൽകിയത്. കാരണം നിനക്ക് മുൻപേ വളരെ മോശക്കാരായ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നവൾ പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ചാലല്ലേ ഞാൻ 6 മാസത്തിനുള്ളിൽ മരിക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും കല്യാണമേ കഴിക്കേണ്ട, ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ ചില വരന്മാർ സംസാരിച്ചിട്ടുണ്ട്. അതോർത്തിട്ടാണ് അവർക്ക് ഭയങ്കര ദേഷ്യം വന്നത്. ഹീറോയെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മദ്യപിക്കാനും ഉമ്മ തരാനും ഒക്കെ അവർ ആവശ്യപ്പെട്ടത്. ഹീറോ ശരിക്കും നല്ലവനാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് പ്രണയിക്കാൻ തുടങ്ങിയത്. എന്നാൽ കല്യാണം എന്ന് വന്നാൽ ഹീറോ മരിച്ചു പോവല്ലോ, അതുകൊണ്ട് അവർ തന്നെ കല്യാണം വേണ്ടെന്ന് ചിന്തിക്കുന്നവരായി മാറി. അതിനെയെല്ലാം അതിജീവിച്ച് ഹീറോ കല്യാണത്തിന് സമ്മതിച്ചല്ലോ, അതുകൊണ്ടാണ് അത് നിർത്താൻ വേണ്ടി ഇപ്പോൾ വിളിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴാൻ തുടങ്ങുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, എന്നെ കല്യാണം കഴിച്ചാൽ നീ മരിച്ചു പോകും, അതുകൊണ്ട് അതിനു മുമ്പ് ഞാൻ തന്നെ മരിക്കാമെന്ന് കരുതി വിഷം കുടിച്ചു എന്നവൾ പറയുന്നു. ധൃതി പിടിച്ചെന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവനും ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അവൻ അവളെ രക്ഷിച്ചു. ഞാൻ ഉറപ്പായി നിന്നെ കല്യാണം കഴിക്കാൻ പോവാണ്, എന്തു വന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ് അവൻ കല്യാണം കഴിച്ചത്. ഈ 3 മാസവും ദിവസവും അവൾ എന്നെ വിളിച്ച് സംസാരിച്ചു. വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞ് അവർ തടഞ്ഞു വെച്ചതുകൊണ്ടാണ് എന്നെ കാണാൻ വരാത്തത് എന്നവൻ പറയുന്നു. ഇനി ഈ 3 മാസം കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയാലും ശരിയമ്മേ, ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് മരിക്കുന്നത് എന്നവൻ മാതാപിതാക്കളോട് വളരെ വൈകാരികമായി പറയുന്നു. ഇത് കേൾക്കുന്ന മാതാപിതാക്കളും വളരെ വിഷമിക്കുന്നുണ്ട്. ഇതിനു പുറമെ തുടക്കം മുതൽ പ്രൊഫസർമാർ ചില പണികളൊക്കെ ഒപ്പിച്ചല്ലോ, അതോർത്ത് അവർക്കും അപമാനം തോന്നുന്നു. ഇവൻ നല്ലവനാണോടാ, ഇതിനുശേഷം ഇവനെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് അവർ ചിന്തിക്കുന്നു. 3 മാസം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആ പെൺകുട്ടിയും അമ്പലത്തിൽ കാണാനായി വരികയാണ്. 3 മാസത്തിന് ശേഷം കാണുന്നത് കൊണ്ട് സന്തോഷത്തോടെ അവർ കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോൽസിനെ കാണാൻ വരികയാണ്. ഞങ്ങളുടെ മകൻ ഇതുപോലൊരു പ്രശ്നമുണ്ട്, അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ജാതകം കാണിക്ക്, ഞാൻ നോക്കാമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ മനീഷയുടെ ജാതകം നോക്കുന്ന അയാൾ ഞെട്ടുകയാണ്. കാരണം ജാതകം എഴുതി കൊടുത്തത് അയാൾ തന്നെയായിരുന്നു. അല്ലല്ലോ, ഈ ജാതകത്തിൽ ദോഷമൊന്നുമില്ലല്ലോ എന്ന് അയാൾ പറയുന്നു. അല്ല സ്വാമി, ഉണ്ട് എന്നവർ പറയുന്നു. നിൽക്ക്, ഞാൻ പരിശോധിക്കാമെന്ന് പറഞ്ഞ് അയാൾ പരിശോധിക്കുന്നതിനായി ചില ജാതകങ്ങളൊക്കെ എടുത്തു നോക്കുന്നു. അയാൾ എഴുതി കൊടുത്ത ജാതകം ആരോ മാറ്റിയിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ പരിശോധിച്ച് കണ്ടെത്തിയ അയാൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ദോഷമേ ഇല്ല. അതായത് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നവൻ 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്നൊന്നും സത്യമല്ല, ആരോ അങ്ങനെ ജാതകം മാറ്റി എഴുതിയതാണ്, ഇത് ആരുടെ പണിയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അയാൾ പറയാണ്. ഇത് കേൾക്കുന്ന അവതാരകൻ ഞെട്ടുന്നതായി നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ തുടർന്ന് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നു. എങ്ങനെയായിരിക്കും ജാതകം മാറിയിട്ടുണ്ടാവുക എന്ന് ആ പെൺകുട്ടി മനീഷ ആലോചിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നത്, ആര് മാറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, മനീഷയുടെ കുടുംബം സമ്പന്നരാണ്, എന്നാൽ ഒരുപാട് കടങ്ങളുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ. അതെങ്ങനെ അത്രയും കടമുണ്ടാവും? അങ്ങനെ കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറും വീടും ഒന്നും ഉപയോഗിക്കാൻ തന്നെ കഴിയില്ല. നിന്റെ അച്ഛൻ തന്നെയാണ് നിനക്ക് കല്യാണം കഴിക്കരുതെന്ന ഉദ്ദേശത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അവൻ പറയാണ്. അങ്ങനെ കല്യാണം നടന്നാലും ആ വരൻ മരിക്കണം എന്നുള്ളത് കൊണ്ട് അവർ ചില പ്ലാനുകൾ ഇട്ടിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ അപകടം നടന്നില്ലേ, അപ്പോൾ അവരൊക്കെ ചിരിച്ചുകൊണ്ടാണ് അത് നോക്കി നിന്നത്. ഇവരെന്താണ് ചിരിച്ചുകൊണ്ട് നോക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ഞെട്ടിയിരുന്നു. അവർ മനഃപൂർവ്വം തന്നെയാണ് ആ അപകടം ഒരുക്കിയതെന്നൊക്കെ ഹീറോ പറയുന്നു. അവൻ പറന്നു വീഴുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ പ്രസന്റിൽ ആ കുടുംബത്തിന്റെ അടുത്ത് വന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും അവൻ ഭയങ്കരമായി തല്ലാണ്. നിങ്ങളാണ് ജാതകം മാറ്റിയത്, എന്തിനാണെന്ന് അവൻ ചോദിക്കുകയാണ്. അവരും പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇവർ യഥാർത്ഥ മാതാപിതാക്കളല്ല. യഥാർത്ഥ മാതാപിതാക്കൾ കുട്ടിയുമായി കാറിൽ വരുമ്പോൾ അപകടം സംഭവിച്ചു. അവർ രണ്ടുപേരും സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. വളർത്തിയ ഈ മാതാപിതാക്കളാണ് ഈ പെൺകുട്ടിയെ നോക്കുന്നത്. അയ്യോ, ഒരു കുഞ്ഞുണ്ടല്ലോ എന്ന് കരുതി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് നിയമസഹായം നൽകുന്ന ലോയർ ഇവരോട് സംസാരിക്കാൻ വരികയാണ്. മനീഷയുടെ മാതാപിതാക്കൾ മനീഷയ്ക്ക് കല്യാണം ആകുന്നതുവരെ സ്വത്തുക്കൾ നോക്കുന്നവരുടെ പക്കലായിരിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്ന ലോയർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവൾക്ക് കല്യാണം ആകുന്നതുവരെ ഈ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്കും എനിക്കും ചേർന്ന് അനുഭവിക്കാം, എന്നാൽ കല്യാണം കഴിഞ്ഞാൽ ഈ സ്വത്തുകൾ അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കുട്ടിക്ക് അവസാനം വരെ കല്യാണമേ നടക്കാൻ പാടില്ല. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് അയാൾ പറയാണ്. ഈ കുടുംബത്തിലുള്ളവരും നമ്മൾ അവസാനം വരെ സുഖമായി ജീവിക്കണമെങ്കിൽ ഇവളെ കല്യാണം കഴിക്കാൻ അനുവദിക്കരുത് എന്ന് കരുതി ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കാൻ തുടങ്ങി. അതായത്, നിന്റെ ജാതകത്തിൽ ദോഷമുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി. കാണാൻ വരുന്ന എല്ലാ വരന്മാരോടും പറഞ്ഞു. അതുകൊണ്ട് വരന്മാർ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? കാശാണ് വേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ആ മകളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൾ അവിടെ നിന്ന് വേഗത്തിൽ പോകാൻ തുടങ്ങാണ്. എവിടേക്കാണ് വന്നതെന്ന് വെച്ചാൽ,
മുൻപൊരുത്തൻ കല്യാണം കഴിക്കേണ്ട, ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞില്ലേ, അവനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ മനസ്സ് മാറി വന്നതാണോ എന്നവൻ ചോദിക്കുന്നു. എന്നാൽ ഇവർ പറയുന്നുണ്ട്, എനിക്കൊരു വരനെ കിട്ടി, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് പുറത്തുള്ള ഹീറോയെ കാണിക്കുന്നു. ഇപ്പോൾ ഓടി വന്ന ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. ഹീറോയും ഈ അവസരത്തിൽ സന്തോഷിക്കുന്നു. അത്രേ ഉള്ളൂ. ഇതിനുശേഷം നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് കരുതി ആ കുടുംബം പോകാൻ തുടങ്ങുന്നു. പോകരുത്, നിൽക്ക് എന്ന് പറഞ്ഞ് ആ കുടുംബത്തോട് അവൾ വിഷമിക്കുന്നു. പണത്തോടുള്ള ആർത്തി കൊണ്ട് നിങ്ങൾ ചില തെറ്റുകളൊക്കെ ചെയ്തെങ്കിലും ഇത്രയും കാലം എന്നെ വളർത്തിയത് നിങ്ങളല്ലേ, അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് അവൾ പറയാണ്. ഇത് കേൾക്കുന്ന ആ കുടുംബാംഗങ്ങൾക്കും വളരെ സന്തോഷമാവുന്നു. ഇപ്പോൾ ഹീറോയുടെ അച്ഛൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ തവണയാണ് കല്യാണത്തിന് ചെലവ് നമ്മുടെ തലയിൽ വെച്ച് വളരെ സിമ്പിളായി അവർ നടത്തിയത്, ഇത്തവണ ഗ്രാൻഡായി നടത്തണം മോനെ എന്ന് അദ്ദേഹം പറയുന്നു. ഹീറോയും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെലവാക്കാൻ കാശുണ്ടല്ലോ, ഒരുപാട് പണം അവർ ചെലവാക്കുന്നു. ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ആ ജോൽസിനെ വിളിച്ചത്. അതായത് പ്രസന്റിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജോൽസിനെ വിളിച്ചു. അയാളും ആ അവതാരകനോടൊപ്പം ഈ സ്ഥലത്തേക്ക് വരികയാണ്. നമ്മുടെ ഹീറോയും സന്തോഷത്തോടെ കല്യാണം കഴിക്കുന്നതിനായി കതിർ മണ്ഡപത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ സന്തോഷത്തോടെ അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. ഇതോടെ സന്തോഷകരമായി ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.